കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ കോംപ്ലക്സിൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ നനഞ്ഞു പൊട്ടുന്ന അവസ്ഥ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചതായി ഇ.ടി. മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഇതിന് പരിഹാരം കാണാമെന്ന് ഉറപ്പ് ലഭിച്ചതായും ഇ.ടി. കൂട്ടിച്ചേർത്തു. കോഴിക്കോട് വിമാനത്താവളത്തിലെ 2 രൂക്ഷമായ പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിലും പെട്ടു. ഒന്നവിടെ ഈ സാധനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്നും അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട സാധനങ്ങൾ അതിൻ്റെ മേലെ വെള്ളമൊക്കെ വീണ് അത് ചീത്തയാകുന്ന പ്രശ്നം. അങ്ങനെ ചീത്തയാകുമ്പോൾ അത് ഉപയോഗശൂന്യമായി തീരുന്നു, അതിന് നഷ്ടങ്ങളൊക്കെ വരും അവർക്ക്. മാത്രമല്ല, നമ്മളിവിടുന്ന് അത്ര സുരക്ഷിതമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഈ കയറ്റുമതി എന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മൾ വിമാനത്താവളം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. ഇത് അപകടമാണ്. അപ്പം അതിൻ്റെ സംഗതി ഞാൻ വിശദമായിട്ട് APDയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞോട് യോജിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ ട്രോളി അത് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ മേലെ ഇതൊന്നും ഇല്ലാതെ ഈ ടർബളിൻ ഇപ്പോൾ സംഗതികളൊന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ മേലധികാരി എന്ന നിലയിൽ നിങ്ങൾ തന്നെ അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് ഏറ്റിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് സംസാരിച്ച് വേഗത്തിൽ തന്നെ അവിടെ എന്തെങ്കിലും വിധത്തിൽ മഴ കൊള്ളാത്ത വിധത്തിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന സാധനങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ സംവിധാനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാനത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അവിടെ അത് നടക്കുന്നതെന്ന് ഞാൻ നോക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം അവിടെ NOCൻ്റെ കാര്യമാണ്. അവിടെ ഇപ്പോൾ നീളം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കാൻ പോവുകയാണ്. അതിന് ഭൂമി ഒഴിഞ്ഞ കുറച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കണം. ആ താമസിക്കുന്നവർക്ക് ഈ NOC കിട്ടാതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമം ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൽ കലക്ടറുടെ അടുത്തു നിന്നും ഇപ്പോൾ ഞങ്ങൾ റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു റിപ്ലൈ കിട്ടിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടുന്ന് NOC കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞെന്ന് വരില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് കാലത്തും ആണെങ്കിലും അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കുക. അത് ഇതിൽ പറ്റൂല. കാരണം വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി ഒഴിഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് വേറെ എവിടെയും പോയി താമസിക്കാനും കൂടി പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അന്ന് പിന്നെ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ അന്ന് റിക്കവർ ചെയ്യാൻ നടപടി എടുക്കാന്നല്ലാതെ അതിൽ തീരുമാനമാകാതെ ഇപ്പോൾ പിടിച്ചു വെച്ച് കൊണ്ടുപോകുന്നത് അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ തീരുമാനം ഉടനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയതിന് നന്ദി. ഇവിടുത്തെ മീഡിയയൊക്കെ തന്നെ മറ്റ് വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാം. എന്തുണ്ടെങ്കിലും നിങ്ങൾ അറിയിച്ചാൽ മതി. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.